മികച്ച ആശയവിനിമയ നൈപുണ്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനമാണിത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ല എന്ന സങ്കടം ഇനി വേണ്ട. കാരണം ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാരം എന്നത് ജന്മസിദ്ധമായൊരു കഴിവല്ല, മറിച്ച് നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു കലയാണ്. അപ്പോൾ ഒന്നാമതായി നമ്മുടെ ചിന്തകളെ ഒന്ന് ക്രമീകരിക്കുക. അതുപോലെ നിശബ്ദതയെ നന്നായി ഉപയോഗിക്കുക. അതായത് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ചെറിയ ഇടവേളകൾ നൽകുക. ഇത് നമ്മുടെ തലച്ചോറിന് ചിന്തിക്കാൻ സമയം നൽകും കേട്ടോ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ സ്വന്തം വാക്കുകളിൽ ഒന്ന് ആവർത്തിച്ച് ചോദിക്കുന്നത് നമുക്ക് കൂടുതൽ വ്യക്തതയും ആത്മവിശ്വാസവും നൽകും. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശബ്ദനിയന്ത്രണമാണ്. എപ്പോഴും ഒരേ താളത്തിൽ സംസാരിക്കുന്നത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് ബോറടിക്കും അല്ലേ? അപ്പോൾ പ്രധാന കാര്യങ്ങൾ പറയുമ്പോൾ ശബ്ദം അല്പം താഴ്ത്തിയും നല്ല ആവേശമുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ഊർജ്ജം നൽകിയും സംസാരിക്കുക. ഇടയ്ക്ക് വരുന്ന ആ എന്നൊക്കെയുള്ള അനാവശ്യ ശബ്ദങ്ങൾക്ക് പകരം പൂർണ്ണമായും നിശബ്ദത പാലിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അവസാനമായി കേൾവിക്കാരെ വൈകാരികമായി സ്വാധീനിക്കുക. നോക്കൂ, ആളുകൾ എപ്പോഴും ഓർക്കുന്നത് നമ്മുടെ വാക്കുകളല്ല, മറിച്ച് ആ വാക്കുകൾ അവരിലുണ്ടാക്കിയ വികാരങ്ങളാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വെറുതെ ഒരു റോബോട്ടിനെ പോലെ പറയുന്നതിന് പകരം നല്ല ആകർഷകമായ ഒരു കഥ പറയുന്നത് പോലെ അവതരിപ്പിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൃത്യമായ ഇടവേളകൾ നൽകുന്നതും മികച്ച ശബ്ദ നിയന്ത്രണവും പിന്നെ ഈ വൈകാരികമായ അവതരണവും നിങ്ങളെ എവിടെയും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മികച്ച പ്രഭാഷകനാക്കി മാറ്റും തീർച്ച. ഇത്തരം കൂടുതൽ കിടിലൻ വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓർക്കുക, നിങ്ങളുടെ വാക്കുകൾ വെറുതെ കേൾപ്പിക്കാൻ മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയാനുള്ളതാണ്.